നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ അത് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും അതിൽ പ്രധാനമായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശിക്കാവുന്നതാണ്. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് അത് വിവാഹമാകാം, തൊഴിലാകാം, അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാകാം, വിദേശവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് പോലുമാകാം. പലവിധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. ഇതിലൊരു ആഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത് കാറോ അല്ലെങ്കിൽ വിവാഹമോ പ്രണയബന്ധമോ അത്തരത്തിൽ എന്തുമാകാം. ഇവിടെ തന്നിരിക്കുന്നതായ 2 നിറങ്ങളിൽ നിന്നും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ നിറം നീല നിറമാണ് എങ്കിൽ രണ്ടാമത്തേതായ നിറം പച്ച നിറമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളതായ കാര്യം എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുകൂലമാകും, അതേക്കുറിച്ച് വിശദമായി തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇഷ്ടദേവതയെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആഗ്രഹവുമായി ബന്ധപ്പെട്ട ചിന്തയോടെ തന്നെ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി ബന്ധിക്കൂ. ആദ്യത്തെ നിറമായ നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വളരെയധികം ത്യാഗികളായ വ്യക്തികളാണ് എന്ന് പറയാം. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ മറന്ന് മറ്റ് വ്യക്തികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. വളരെയധികം താല്പര്യം പലപ്പോഴും പല കാര്യങ്ങളിലുമുണ്ട് എങ്കിലും അതിൽ പലതും നിങ്ങൾക്ക് തന്നെ വിനയായി തീരുന്ന സാഹചര്യമുണ്ട്. ആത്മാഭിമാനത്തിന് വളരെയധികം വില എപ്പോഴും കൽപ്പിക്കുന്നവരാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കുന്നു എങ്കിലും വിചാരിച്ച അംഗീകാരങ്ങൾ പലപ്പോഴും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. മനസ്സിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ എപ്പോഴും വച്ച് പുലർത്തുന്നവരായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളുമാകാം. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പോലുമാകാം. വിദേശമോ ഉപരിപഠനമോ അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലുമാകാം. അതിൽ ചിലതെങ്കിലും ഈ സമയം നടന്നു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. നടന്നു കിട്ടുക എന്നതിൻ്റെ അർത്ഥം ഉടനെ അത് സാധ്യമാകും എന്നല്ല. ഒരു 5 മാസത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമായി തീരാവുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ഈശ്വരാധീനം അല്ലെങ്കിൽ ദൈവാധീനം എന്ന് പറയാം. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന അത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത്. അതിനാൽ ഈ സമയം ഇഷ്ടപ്പെട്ടതായ പല ആഗ്രഹങ്ങളും പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശത്രുക്കൾ വളരെയധികം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല വിഷമതകളും ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് എന്ന് പറയാം. പലപ്പോഴും ശത്രുദോഷത്താൽ പ്രതീക്ഷിക്കുന്ന ആ നല്ല സമയം ജീവിതത്തിൽ ലഭിക്കാതിരിക്കുകയും പല അവസരങ്ങൾ പല സമയങ്ങളിലായി തട്ടിത്തെറിച്ച് പോയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്.
എന്നാൽ സൗഭാഗ്യം നിറഞ്ഞ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ പടുത്തുയർത്തുവാൻ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് അത്. നിങ്ങൾ ഭാഗ്യശാലികളാണ് എന്നത് വാസ്തവമാണ്. എന്നാൽ ആ ഭാഗ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പലപ്പോഴും ലഭിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിക്ക് തടസ്സങ്ങൾ വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. ആഗ്രഹങ്ങൾ പലപ്പോഴും സഫലമാകാത്തതായ സാഹചര്യമുണ്ട്. മനസ്സിൽ പോലും പല കാര്യങ്ങളും നടക്കില്ല എന്നൊരു ചിന്ത നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്കത് സാധിക്കില്ല എന്ന ചിന്ത പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ട് എന്നത് ജീവിതത്തിൽ വിനയായി തീരുന്ന സാഹചര്യമുണ്ട്. മനസമാധാനം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. ദുർവിചാരങ്ങൾ, തെറ്റായ ചിന്തകൾ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ശുഭകരമാകും എന്ന ചിന്തയുണ്ട് എങ്കിലും അതിന് പോലും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. സമൃദ്ധി കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അത് വളരെയധികം അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട്. മനസ്സിലുള്ള പല കാര്യങ്ങൾ കൊണ്ടും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, ആത്മവിശ്വാസം അകന്നു പോയിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളും നടന്നു കിട്ടണം എന്നാഗ്രഹിച്ചാലും ആത്മവിശ്വാസം കുറവ് നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പലവിധ ദുഃഖത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതായ സാഹചര്യം പലപ്പോഴുമുണ്ട്. പലപ്പോഴും വളരുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളിൽ പോലും തളർച്ച നേരിടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. പലരെയും പല വിധത്തിലും സഹായിച്ചിട്ടുള്ള, സഹായങ്ങൾ ചുരിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ പലപ്പോഴും പലരും ഇത്തരത്തിൽ സഹായം നേടിയെടുത്തിരിക്കുന്ന പല വ്യക്തികൾ പോലും നിങ്ങൾക്കെതിരാവുകയോ സഹായിക്കേണ്ടതായ സമയത്ത് സഹായിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് എങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടതായി വരാം. കാരണം ഇവർ പല കാര്യങ്ങൾ കൊണ്ടും തിരിഞ്ഞ് കുത്തിയിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും ഇത്തരം വ്യക്തികളെയാണ് ഒപ്പം കൊണ്ട് നടന്നത് എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരിക്കലും തടസ്സമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളും കൃത്യമായ സമയത്ത് അറിയുകയും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. പല ആഗ്രഹങ്ങളിലേക്കും നിങ്ങൾ നടന്നെടുക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ളതാണ്. ആ പ്രവൃത്തികൾ തീർച്ചയായും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. അപ്പോൾ തീർച്ചയായും ശ്രദ്ധയോടെ കൂടി മുന്നോട്ട് പോകണം. ആത്മവിശ്വാസം വേണം. വിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോവുക. തീരുമാനങ്ങൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വളരെ ശ്രദ്ധിച്ചെടുക്കണം. ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകൂ. രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയാം. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും പല വിധത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയാം.
നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടും അവസാന നിമിഷം പലപ്പോഴും ചില കാര്യങ്ങൾ ശരിയാവുകയോ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും നഷ്ടമാവുകയോ ചെയ്യുന്ന സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നത് വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നടക്കാത്തത് വിഷമങ്ങൾ വർദ്ധിക്കുന്നതിന് സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിൽ ചിലതെങ്കിലും തിരികെ ലഭിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലായ ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരുവാനുള്ള സാധ്യത ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഒരു അവസരം ജീവിതത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ആത്മവിശ്വാസം ഈ സമയം നിങ്ങളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഭാഗ്യശാലിയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാം എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങളിൽ ഒന്ന് 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായ സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയാം. ചില ആഗ്രഹങ്ങൾ ഉറപ്പായും നടന്നു കിട്ടാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ജീവിതത്തിലുള്ളത് എന്ന് പറയാം. ഈ സമയം നിങ്ങളിലേക്ക് പല വിധത്തിലും സൗഭാഗ്യങ്ങളും അനുകൂല സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കാവുന്ന ചില സാഹചര്യങ്ങൾ ഒരുങ്ങാം എന്നതും വാസ്തവമാണ്. നിങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കളവിന് പ്രാധാന്യമില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ ചതിവുകളിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. പലരെയും കണ്ണടച്ച് വിശ്വസിച്ചതിനാലോ പല കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായും മനസ്സിലാക്കാത്തതിനാലോ പലവിധ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും പലരെയും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല ജീവിതത്തിൽ ലഭിച്ചത് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ തീർച്ചയായും വളരെയധികം ഭാഗ്യശാലികളാണ് എന്നത് വാസ്തവമാണ്. ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈക്കൊള്ളുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. സമൃദ്ധിയിലേക്കോ സന്തോഷത്തിലേക്കോ പ്രവേശിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്. ഭാഗ്യശാലികളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പല രീതിയിലും ഗുണാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അപ്പോൾ തീർച്ചയായും ഈ ചിത്രം അഥവാ ഈ നിറം തിരഞ്ഞെടുത്തവരുടെ ആ ആഗ്രഹം നടക്കും എന്ന സൂചന തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, ആ ശക്തിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും ആ ശക്തിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ
വളരെയധികം ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതുപോലെ തന്നെ അഭിവൃദ്ധിക്കുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ വിവേകത്തോടെ നിങ്ങൾ തീർച്ചയായും പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ചില വ്യക്തികൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. ഈ സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിണക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്നാൽ ഇതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങൂ. ഈ സമയം ചില ദുഃഖങ്ങൾ അപ്രതീക്ഷിതമായി കടന്നു വന്നു എന്ന് വരാം. എന്നാൽ ആ ദുഃഖങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ആ നന്മയ്ക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കടന്നു വരും എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം തീർച്ചയായും പലരെയും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ആ സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കർമ്മഫലം നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യമുണ്ട്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോവുക. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കൂ.